എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാരായ 3 എബ്രയർ ബാലന്മാരെ നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബമുണ്ടാക്കി ബിംബത്തെ നമസ്കരിച്ചില്ല എന്ന കാരണത്താൽ എരിയുന്ന തീച്ചൂളയിൽ ഇടുവാൻ രാജാവിന് കൽപ്പന വന്നു. രാജാവിനോട് അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം രാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ തീയിൽ നിന്നും വിടുവിക്കാൻ ശക്തനാണ്. ഉടനെ അവർ വാക്ക് കേട്ടപ്പോൾ രാജാവിന് കോപം പൂണ്ടു. അവരുടനെ അവൻ്റെ കൈകാൽ ബന്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ തീയുടെ ചൂട് 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. അവർ എടുത്തുകൊണ്ട് വന്നവനെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. തീയുടെ അകത്ത് ഇവിടെ അവസ്ഥ വല്ലതും പറയാനുണ്ടോ? കാണാൻ പോലും കഴിയത്തില്ല. പക്ഷേ അവർ നോക്കുമ്പോൾ അവർ 3 പേരെ ഇട്ടപ്പോൾ 4ാമത് ഒരുവരെ കൂടി അവർ കണ്ടു. ഉടനെ രാജാവ് ചോദിച്ചു, നമ്മൾ 3 പേരല്ലേ ഇട്ടേ? ഒരാൾ കൂടെയുണ്ട്. അവൻ്റെ മുഖത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദൈവദൂതന് സദൃശ്യമാണ്. ഉടനെ അതിൻ്റെ കാരണം എന്നറിയാവോ? എബ്രയർ ബാലന്മാർ ചന്ദ്രക്കും മേശക്കും ഉപേന്ദ്രകവും ആ തീയിൽ ഇറങ്ങുന്നതിന് മുമ്പേ അവരുടെ ദൈവം അവർക്ക് വേണ്ടി ആ തീയിൽ ഇറങ്ങി. വാത്സല്യ ശ്രോതാവേ, നാളുകളായി ഏതു പ്രതിബന്ധ നടുവിൽ നീ ആയിരുന്നാലും, ഏതു പ്രശ്നത്തിന് മുമ്പിൽ അഭിമുഖീകരിച്ചാലും, നീ ഇറങ്ങുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ഏത് പ്രശ്നത്തിന് നടുവിലും തളരാതെ